ഇതാണ് സെറ്റപ്പ്. ഓക്കെ, എലിഫന്റ് ആരുടെ പക്ഷെ ഇത് ഫുള്ള് തനി വില്ലേജ് ആട്ടോ. ഒരു ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട്. പഠിച്ചാൽ നല്ല തിരക്കുണ്ടല്ലോ. വേണ്ടല്ലേ? ഓ, ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകണം. അവിടുന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ലൊക്കേഷനിൽ നിന്ന് ഫ്ലാഗ് ഓഫ്, ചെറിയൊരു ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരെ വിടും. ഇതാണ് സെറ്റപ്പ്. ടെൻറ്റ്, ലഗേജ്, ടൂൾസ് പ്ലസ് ഗാഡ്ജറ്റ്സ്, ചെപ്പൽ, അത്രയേ ഉള്ളൂ. പ്രൈസ് ഇപ്പോൾ പോകുന്നത് ചെറിയ രീതിയിൽ കുറച്ച് ആൾക്കാരൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒരു 7 മണിക്ക് റൈഡ് സ്റ്റാർട്ടാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മളെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് നമ്മളിവിടെ കറക്റ്റ് സമയം വരുവാണെങ്കിൽ 6:55 ഇവിടുന്ന് ഇറങ്ങി. ഓക്കെ, പോയിട്ട് വരുന്നേ, വിളിക്കാം. പോട്ടാ. ഓക്കെ, ഓക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് ചെറിയ രീതിയിൽ ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗൈസ് നമ്മൾ നെടുമ്പുഴ ചുരമെത്തി. ഗൈസ് ഇപ്പോൾ സമയം 7:25. നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് ബാക്ക് ചെക്ക് ചെയ്യാണ്. ഓക്കെ ആണോ? ചെറുങ്ങനെ ലൂസാകുന്നുണ്ട്. ഗൈസ് ഇതാണ് കൊട്ടിയൂർ. ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം കുറച്ച് കൊല്ലമായി. കാരണം ഇങ്ങോട്ട് വരാൻ സമയം കിട്ടാറില്ല. ഓക്കെ, ഇനി നമുക്ക് ഏകദേശം 115 കിലോമീറ്റർ ഉണ്ട്. 2.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേരളം വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുണ്ട്. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണുപ്പ് വലുതായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ ടീഷർട്ടും അതേപോലെ തന്നെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ഏകദേശം 5 എയർപിന്നും കാര്യങ്ങളൊക്കെ കയറാനായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കയറി, രണ്ടാമത്തെ എയർപിന്നാണ്. എയർപിന്നൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ഇനിയും കുറേ ഉണ്ട്. കറക്റ്റ് പറഞ്ഞാൽ നമ്മളുടെ കൊള്ളി ഹിൽസിൽ ഏകദേശം നമ്മൾക്ക് 70+ എയർപിൻ ഉണ്ട് കയറാനായിട്ട്. ഇനി എന്തായാലും കുറച്ചും കൂടി ഓടണം. വയനാട് കഴിഞ്ഞ് സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് നമുക്കൊന്ന് കർണാടക ബോർഡർ എത്തുമ്പോൾ അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞിട്ടേറ്റം ഒന്ന് ബ്രേക്ക് എടുക്കണം. കാരണം ഒന്ന് ബാഗൊക്കെ ഒന്ന് ടൈറ്റ് ആക്കണം. പിന്നെ ഗൈസ് ഇപ്പോൾ സമയം 8:30. നമ്മൾ മാനന്തവാടി കഴിഞ്ഞ് മുമ്പോട്ട് പോവാണ്. തലശ്ശേരിയോ? ഹാഫ് ടാങ്ക് ഫ്യൂവലായി. ഫ്യൂവൽ തീർന്നാലും കുഴപ്പമില്ല. കാരണം നമ്മളുടെ ബാഗിൽ 2.5 ലിറ്റർ പെട്രോൾ എക്സ്ട്രാ ഉണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. നമ്മൾ പോകുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാണ്. അപ്പോൾ ഒന്നിക്കൽ അതിൻ്റെ മുമ്പോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ അടിക്കേണ്ടതായിട്ട് വരും. നമുക്ക് നോക്കാം. കുറച്ചും കൂടി ഓടിക്കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നു. കാരണം ഇതിൽ മെയിൻ പങ്ക് ജെൽ സീറ്റാണ്. ജെൽ സീറ്റ് വെച്ചത് കൊണ്ടാണ് നമ്മൾ അവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇതുവരെ ഒരു മടുപ്പും കാര്യങ്ങളൊന്നുമില്ല. അതൊന്നിക്കൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഒന്നിക്കൽ അങ്ങോട്ട് വരാം. കാരണം ഇതുവരെ ആയിട്ടും ഈ വണ്ടിയിൽ നിന്ന് ഇതിൻ്റെ നോർമൽ സീറ്റ് വെച്ചിട്ട് ഒരു 20, 25, 30 കിലോമീറ്റർ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രീതിയിൽ ബാക്ക് പെയിന് നല്ല രീതിയിൽ വരുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഗൈസ് നമ്മളിപ്പോൾ സുൽത്താൻ ബത്തേരി റീച്ച് ചെയ്തു. അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. ഗൈസ് ചെറിയൊരു ആവേശം കൂടി പോയതാണ്. നമ്മൾ പിന്നെയും ഇവിടെ തന്നെ തിരിച്ചെത്തി. ഈ പമ്പ് ഞാൻ കണ്ടതാണ്, ആണെങ്കിൽ വിട്ടുപോയി. ഡബിൾ സ്റ്റാൻഡിലിടണം.
ഇത്ര ലോങ് ഓടി വന്ന വണ്ടി ആയതുകൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് ഓഫാക്കാൻ പറ്റില്ല. കുഴപ്പമൊന്നുമില്ല, പിന്നെ ഓഫാക്കാൻ പാടില്ല എന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ബെഡ്ഷീറ്റ്, 2 പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വയസ്സ് അങ്ങനെ പെട്രോൾ പമ്പിന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ പിന്നെയും പോവാണ്. ഗൈസ് ഇപ്പോൾ സമയം 11:30. നമുക്ക് ഇനിയും ഗുണ്ടൽപേട്ടിലേക്ക് ഏകദേശം 51 കിലോമീറ്റർ, അതായത് 1 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറി, പിന്നെ ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ 2000 ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിക്ക് പുലി, എലിഫൻ്റൊക്കെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ പശു മാത്രമേ ഉള്ളൂ, പോയി നോക്കാം. പോലീസ് പിടിക്കുമെന്ന് അറിയില്ലല്ലോ, പിടിച്ചത് സീനൊന്നുമില്ല. ഗൈസ് ഇവിടുന്ന് ഗുണ്ടൽപേറ്റ് 36 കിലോമീറ്റർ, ജസ്റ്റ് 36 കിലോമീറ്റർ. വണ്ടി കേരള എൻ്റെ അമ്മ ഒന്നും കാണുന്നില്ല, കുറേ സമയം നോക്കുന്നു. മങ്കീസ് മാത്രം, എലിഫൻ്റ്. എലിഫൻ്റ് ആനയിലും കണ്ട്, അതേപോലെ തന്നെ നമ്മൾ കണ്ടത് മാനാണ്. ഫുൾ കുരങ്ങന്മാർ. നമ്മൾ ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഫോളോ ചെയ്തു. യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു നാളെയോ മറ്റന്നാളായിട്ടായിരിക്കും വരിക. ഓക്കെ, അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്ത് വെച്ചോ. ഗായ്സ് ഗുണ്ടൽപേറ്റ് എത്താൻ പോകുന്നതേ ഇല്ലൂ. അപ്പോഴേക്ക് തന്നെ നമ്മളിതാ ഈ ഒരു സൺഫ്ലവർ കണ്ടിരിക്കുന്നു. ഇതിലുണ്ടോ ആരുടെ ഹോട്ടൽ? അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. എവിടെ പോകണമെന്ന് അറിയില്ല. ഇവിടെ കയറി നോക്കാം എന്ന് തോന്നുന്നു. ചിക്കൻ കറി, മീനുണ്ട്. ഓക്കെ. ഫുഡ് കഴിച്ചു കഴിഞ്ഞു, വണ്ടി എടുത്ത് ഇറങ്ങി. പിന്നെ ഇവിടുന്ന് ഗുണ്ടൽപേട്ടിന് ഏകദേശം ഒരു 14 കിലോമീറ്ററും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു 10 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു നല്ലൊരു സ്പോട്ട് ഉണ്ട്, ഒരു അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിന് മുകളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടും. ഇതിൻ്റെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ വ്യൂ അങ്ങനെയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് അത് 2 മണിക്ക് ക്ലോസ് ആവും. ഇനി അങ്ങോട്ട് എൻട്രി ചെയ്യുമെന്ന് അറിയില്ല, പോയി നോക്കണം എന്തായാലും. ഫുഡൊന്നും കുഴപ്പമില്ല, ഫുഡൊക്കെ അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഫുഡാണ്. ഒറ്റക്കിലെ മാപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 10-11 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഓക്കെ, പോയി നോക്കാം. നേരത്തെ പറഞ്ഞ ഒരു അമ്പലമില്ല, കിടിലം വ്യൂ ആണ് അവിടെ നിന്ന് മുകളിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇവിടുന്ന് റൈറ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ആ ഒരു സൈഡിലായിട്ട് ലേക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. ചെറിയൊരു ലേക്കാണ്. കുറച്ച് ഉള്ളോട്ട് വന്നപ്പോൾ തന്നെ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള വില്ലേജിലേക്ക് കയറി. ഇതുണ്ട് ഫുള്ള് ചെറിയ വീട്, ഇതൊക്കെ വാട്ടർ ടാങ്കാണ്. ഇവിടെ മെയിൻ സൺഫ്ലവർ, അതേപോലെ തന്നെ വാഴ, തെങ്ങ്, പിന്നെ ചോളം, അതൊക്കെയാണ് ഇതിൻ്റെ കൃഷിയായിട്ട് കണ്ടുവരുന്നത്. നമ്മളെ ഊട്ടിയിലൊക്കെ കാണുന്ന ടൈപ്പ് ലാൻഡ്സ്കേപ്പിൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുത്തെ ലോക്കൽ ടീമിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്തൊക്കെയൊരു തോന്നൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓവർ ഇതാക്കുന്നില്ല. ഫുൾ വില്ലേജ്. ഇവിടെ നിന്ന് റൈറ്റ് പോകാനാണ് പറയുന്നത്. ഗൂഗിൾ മാപ്പ് കറക്റ്റ് വഴിയാണോ കാണിച്ചു തരുന്നതെന്നും അറിയില്ല. ചെറിയ വീടാണ്, ഫുൾ കളർഫുൾ ആയിരിക്കും. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ കളർഫുൾ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഇതുണ്ടോ, ഇങ്ങനത്തെ കളർ ഉണ്ടാവും, വെറൈറ്റി കളർ. പക്ഷെ ഇത് ഫുള്ള് തനി വില്ലേജ് ആട്ടോ. കണ്ടിട്ട് ആ ഒരു ലാൻഡ്സ്കേപ്പ് പോലെയുണ്ട്, കാരണം അത്യാവശ്യം ചെറിയ കയറ്റൊക്കെ കയറിയിട്ടാണ് വന്നത്. ഇതുണ്ടോ മുമ്പ് തന്നെ കണ്ടോ. എന്തായാലും അറിയില്ല, പോയി നോക്കാം. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ എന്നാ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോഗ്സ്, എനിക്ക് ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം അറിയാം, തമിഴ്നാട് ഭാഗത്തൊക്കെ അറിയുന്നതുകൊണ്ട് ഒരു വയലിലൊക്കെ ഓരോ ഡോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നടന്നായിരിക്കും ഡോഗും കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കുന്നതാണ്. നമ്മൾ അടുക്കാൻ വിടില്ല. ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ലെങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ലെങ്സാണ്. ഓക്കെ, അത് അത്യാവശ്യം നല്ല വൈഡ് ഉണ്ടാവും.
നാളെ മുതൽ നിങ്ങൾക്ക് 4K ലെൻസ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. നോക്കാം, 360 എടുക്കാൻ പറ്റുന്നതൊക്കെ 360 എടുക്കാം, നോർമൽ എടുക്കാൻ പറ്റുന്നതൊക്കെ നോർമൽ എടുക്കാം. ഇതാണെന്ന് തോന്നുന്നു കേബേജ് കോളിഫ്ലവർ, അറിയില്ല, കേബേജ് ഓർ കോളിഫ്ലവർ ഉള്ള ഏതോ ഒന്നാണ്, എനിക്കറിയില്ല. കേബേജ് ആയിരിക്കും മിക്കവാറും. ട്രക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, വണ്ടിയിൽ ലോഡില്ല. കാരണം നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നോക്കിയിട്ട് അവിടെ പോയി നോക്കട്ടെ എന്താ അവസ്ഥ, എങ്ങനെയാണ് സംഭവം നോക്കട്ടെ. റോഡും തീർന്നില്ല, റോഡ് തീർന്നാൽ നമുക്ക് തിരിച്ചിങ്ങ് പോയേനു ഗുണ്ടൽപേട്ടിലേക്ക്. അപ്പോൾ ഇങ്ങനെ പോവാണ്, നമുക്ക് നോക്കാം. റോഡ് കിട്ടി, ഓഫ് റോഡ് കിട്ടിയിട്ടോ, ചെറിയൊരു ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 5 കിലോമീറ്റർ സംതിങ് ഉണ്ട്. ചെറിയൊരു ഓഫ് റോഡ്, അത് കഴിഞ്ഞു. ബസ് വരുന്നുണ്ടോ? എന്താ ആ ഒരു റൂട്ടിലെ കൂടി ബസ് വരുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ബസ് ഇറങ്ങി വരുന്നുണ്ടോ? അവിടത്തേക്കായിരിക്കും പോകണേ. എനിക്ക് തോന്നുന്നു അതൊരു ഷോർട്ട് കട്ടിൽ കൂട്ടി വന്ന് ചതിച്ചാണോ? സാധനത ഇതാണ് സംഭവം ഗൈസ്. ഓപ്പണാകുക, ഇത്രയൊക്കെ തിരക്കാ. പഠിച്ചാൽ നല്ല തിരക്കുണ്ടല്ലോ. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വെൽക്കം. ബസ് സർവീസ് ആട്ടോ, അത് ബസ്സല്ല, ബസ് സർവീസാണ്. ഇത് ലഗേജൊക്കെ വെച്ചിട്ട് ഇതെങ്ങനെയാ പോണോ വേണ്ടിയോ എന്ന് അറിയില്ലല്ലോ. നോക്കട്ടെ എങ്ങനെയാ സംഭവം. പക്ഷേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്, അപ്പോൾ ഈ ചേച്ചിയോട് ചോദിച്ചു ലഗേജ് സേഫാന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചോട്ടെ. ടിക്കറ്റ് இருக்கா? உள்ள போறதுக்கு டிக்கெட் இருக்கா? எவ்வளோ இருக்கா? பஸ் இருக்கா? ஓகே ஓகே. என்ன மேலே என்ன இருக்குது பார்க்குறக்கு? என்ன இருக்குது? கோவில் மட்டும்தான் இருக்குது. நல்லா இருக்குமா பார்க்க? ഇത് பார்த்துக்கோங்க ബാഗ്. ഗൈസ്, നമ്മൾ ആ ഒരു വ്യൂ കാണാൻ നമ്മൾ പോയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയതാണ്, ഇതാ ഹെൽമെറ്റും ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയതാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണം, 70 അതല്ല സീന്. 2 ബസ്സുണ്ട്, അത് മാറി മുകളിൽ കൊണ്ടാക്കിയിട്ട് വരും. ഓക്കെ, ബസ്സിനും ടിക്കറ്റ് എടുക്കണം. പിന്നെ 1 മണിക്കൂർ നിന്നാലേ നമുക്ക് ആ ബസ് കയറാൻ പറ്റും. ഇവിടുന്ന് നടന്നു പോകാൻ പറ്റില്ല, വണ്ടി പോകാൻ പറ്റില്ല, ബസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് 1 മണിക്കൂർ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ കയറിയിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ വ്യൂ കണ്ടിട്ട് തിരിച്ച് വരുമ്പോഴേക്ക് സമയം. പിന്നെ നമ്മൾ വണ്ടി ലഗേജ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ചെറിയ റിസ്ക് ആയിട്ട് തോന്നി. ആ ഒരു സ്ഥലത്തിൻ്റെ വ്യൂ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഫുള്ള് ക്യൂ ആണ്. ബസ്സിൽ കയറുന്ന കീന്നുണ്ടോ? ആ കീഞ്ഞിട്ട് ആ ബസ് തിരിച്ചു വെക്കും. എന്നിട്ട് ഈ ആൾക്കാരൊക്കെ ടിക്കറ്റ് കൊടുത്തിട്ട് കയറ്റി. ഇവിടുത്തെ ടിക്കറ്റ് എടുക്കേണ്ടത്. ക്യൂ ഇതാ ഫുള്ള് ക്യൂ ആണ്, അങ്ങോളം ക്യൂ ആണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതുണ്ടോ, കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്, നല്ല തിരക്കാണ്. ഗൈസ്, ബേൽപൂരി കഴിക്കാൻ തോന്നി, കഴിക്കാൻ. ഇവിടെ സ്പൂണില്ല, സ്പൂൺ ബാൻഡാണ്. നമ്മൾ തിരിച്ചു വന്നു. ചേച്ചീൻ്റെ കടയിലാണ് വണ്ടി വെച്ചത്, പറഞ്ഞത് ലഗേജ് നോക്കണം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വന്നു, ജാക്കറ്റ് എടുത്തിടുന്നു, പോന്നു. അതിൻ്റെ ഇതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കഴിച്ചോക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഗൈസ്, ഇപ്പോൾ വന്ന സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ചാൽ ഹിമാവത് ഗോപാൽ സ്വാമി ടെമ്പിളാണ്. ഓക്കെ, അവിടെ കയറിയിട്ടില്ല. നമ്മൾ തിരിച്ച് വന്ന് ബേൽപൂരിയൊക്കെ കഴിച്ച് ഭയങ്കര എരിവാണ്. വെള്ളമൊക്കെ കുടിച്ച് ഇതാ സെറ്റാണ്. ഇനി ബാഗ് വെച്ച് കെട്ടണം, ഇതിടണം, ജാക്കറ്റ് ഇടണം. പിന്നെ 1600 കൊടുത്ത് വാങ്ങിയ ജെൽ സീറ്റാണ്, വെർത്താണ്, 100% വെർത്താണ്. ലൈറ്റും വെർത്ത് സാധനമാണ്, അടിപൊളി ലൈറ്റാണ്. അത്യാവശ്യം രാവിലെയൊക്കെ നല്ല യൂസ്ഫുള്ളായി. ഗൈസ്, നമ്മൾ പോവാണ്. ഒക്കെ പോയിട്ട് വരാം.